സോ ഈ ഒരു ലൈവ് ബോക്സിംഗ് കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? സോ ആ ഒരു മൂവിയിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ചെയ്തതാണെന്ന് അറിയാം. സോ പെട്ടെന്ന് ഇത് ലൈവായിട്ട് കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത്? കയറിയിരിക്കാൻ തോന്നിയില്ല, കയറിയിരിച്ചിട്ട് വേറെ ഒറ്റയായിട്ടു. അത് റിയൽ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല സ്റ്റാമിന വേണം. സിനിമയിലെ പോലെ അല്ല റിയൽ ഫൈറ്റ്. ഞാനങ്ങനെ ഇവിടെ കയറി ഇടിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് ഇങ്ങനെ വഴിയിൽ കാണാൻ പറ്റില്ല. പിള്ളേർ നമ്മളെ പപ്പടാക്കും. ഭയങ്കര സ്റ്റാമിന വേണം. ഞാൻ അത് ഒരു 6 മാസം ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ്. എനിക്ക് അറിയാം. നമ്മളൊക്കെ 2 മണിക്കൂറൊക്കെ വെച്ചാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാറ്. ഇവരൊക്കെ സ്ഥിരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെ റിയലി കയറി ബോക്സിങ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കുള്ള ബോക്സിങ്ങിൽ 12 റൗണ്ട് എന്തോ ഉണ്ട്. ഇപ്പം ഇവിടെ 3 റൗണ്ടേ ഉള്ളൂ. എനിക്ക് കാണാം 3 റൗണ്ട് ആകുമ്പോഴേക്ക് തന്നെ അത്യാവശ്യം നമ്മൾ അവശതയാവും. അപ്പോൾ 12 റൗണ്ട് ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് പോകണം. നമ്മൾ അത്യാവശ്യം പണിയിട്ടുണ്ട് നമ്മുടെ പടത്തിൽ. നമുക്കത് തിയേറ്ററിൽ കാണാൻ പറ്റും. ലാഭിച്ചു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ പടം കാണണം. നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടപോലെ തന്നെ ഒരു അടിപൊളി ബോക്സിംഗ് ആയിരിക്കും അവിടെ. അതുപോലെ ഒരു ഫാമിലിയുടെ ഇമോഷൻ ഇതെല്ലാം ഉള്ളൊരു സിനിമയാണ്. കൊച്ചു കൊച്ചു തമാശകളും എല്ലാം ഉള്ളൊരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് യൂത്തിനും ഫാമിലിക്ക് എല്ലാവർക്കും പോയിട്ട് പടം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും നല്ലൊരു ടൂർണമെന്റ് സംഘടിപ്പിച്ച ജെ.എൻ. യൂണിവേഴ്സിറ്റിക്ക് ഞാൻ എല്ലാവരും ആശംസകൾ നേരുന്നു. അടിപൊളി. പോയിക്ക് വേറെ ഒന്നും പറയാനില്ല. പോയിക്ക് പെട്ടെന്ന് ഒരു ഹിറ്റ് ചെയ്ത സ്റ്റോറി എന്തായിരിക്കും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സെറ്റിലെ പെട്ടെന്ന് ഈ ഒരു മൂവിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് മനസ്സിലേക്ക് വന്നതാണ്. ഇൻസിഡന്റ് പെട്ടെന്ന് ഒരു സംഭവം. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഞാൻ ദാവിദ് മൂവിനെ പറ്റിയൊന്ന് പറയാം. നമ്മുടെ മൂവി February 14 റിലീസ് ആവുന്നത്. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇനി 2 ദിവസമേ ഉള്ളൂ മൂവി റിലീസ് ആവാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഒരു 75 ഡേയ്സിന്റെ കഷ്ടപ്പാട് എല്ലാവരുടെയും. പറഞ്ഞ പോലെ ഇതിലുള്ള എല്ലാവരും പ്രൊഫഷണൽ ബോക്സേഴ്സ് അല്ല. അപ്പം ഈ മൂവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു 14th ഈ ഒരു മൂവി തിയേറ്ററിലേക്ക് അത്രയും ബെസ്റ്റ് ഔട്ടായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മൂവിയിൽ ലിജോമോൾ ഉണ്ട്, സൈജു കുറുപ്പുണ്ട്, അജു വർഗീസ് ഉണ്ട്. ഒത്തിരി നല്ല ആർട്ടിസ്റ്റുകളെ ഉള്ള ഒരു മൂവിയാണിത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി സെറ്റില് അങ്ങനെ പെട്ടെന്നൊരു മെമ്മറി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്തത് പൂത്തോട്ട എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത് കാലിക്കറ്റ് പൂളാടിക്കുന്ന് എന്ന് പറഞ്ഞൊരു ബോക്സിംഗ് വില്ലേജ് ആണ്. അവിടെ രാഘവൻ മാസ്റ്ററാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്ത നമ്മുടെ ആശാൻ. കളരി ആശാന്റെ ക്യാരക്ടർ ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത് വിജയരാഘവൻ സാറാണ്. അപ്പം മാക്സിമം ബോക്സിങ്ങിനോടും ആശാനോടും എല്ലാം മാക്സിമം ജസ്റ്റിസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പടം ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സെറ്റും പിന്നെ കാലിക്കറ്റ് പോയപ്പം ആ വില്ലേജ് നേരിട്ട് കണ്ടു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇമോഷണലായി. നമ്മൾ എടുത്ത എഫേർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കണ്ട ഒരു വില്ലേജ് നമ്മൾ എടുത്ത ഒരു എഫേർട്ടും. സോ അത് നല്ലൊരു മെമ്മറി ആയിരുന്നു ഈ ഒരു ട്രാവലിൽ.